ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശുവിൽ സ്നേഹമുള്ളവരെ, യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 17-ാം വാക്യം. ഈശോ പറഞ്ഞു, എൻ്റെ പിതാവ് എപ്പോഴും പ്രവർത്തന നിരതനാണ്, അതുകൊണ്ട് ഞാനും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, പിതാവായ ദൈവം എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ യേശുവും പ്രവർത്തന നിരതനാണ്. 38 വർഷമായി തളർവാദം പിടിപെട്ട ഒരു രോഗിയെ സാബത്തിൽ ഈശോ സുഖപ്പെടുത്തുന്നു. ഇതറിഞ്ഞ യഹൂദർ യേശുവിനെതിരെ ദേഷ്യപ്പെടുകയും ഈശോ അവർക്ക് കൊടുക്കുന്ന മറുപടിയാണ് ഇന്ന് നാം ധ്യാന വിഷയമാക്കുന്നത്. പിതാവ് പ്രവർത്തന നിരതനായിരിക്കുന്നത് പോലെ യേശുവും പ്രവർത്തന നിരതനാണ്. അതിന് കാലമോ സമയമോ ഒന്നുമില്ല. എപ്പോഴും ഈശോ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. സ്നേഹമുള്ളവരെ, നമ്മെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത് എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കാനാണ്. ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുന്ന കഴിവുകൾ ഉപയോഗിച്ച് ദൈവത്തിന് വേണ്ടിയും ദൈവരാജ്യത്തിന് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും എപ്പോഴും പ്രവർത്തിക്കുവാനായിട്ട് നമുക്ക് കടമയുണ്ട്. ആ വലിയ കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.